ഹലോ ബോസ്. മൈക്ക് ടെസ്റ്റിംഗ്. മൈക്ക് കേൾക്കണമെന്ന് ഞാൻ വിചാരിക്കണോ. അവിടെ ഓറഞ്ചൊക്കെ കത്തി, ഓറഞ്ച് മാറി ചുവപ്പിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ ഒരു 45 മിനിറ്റ് നടക്കാൻ മിക്സഡ് ആയിരുന്നു. നടക്കാനും ഓടാനും കൂടെ പോയി. ഇന്ന് വേറൊരു പുതിയ പാർക്കിലാണ് പോയത്. പക്ഷേ ഞാൻ രാവിലെ പോയപ്പോൾ ക്യാമറ എടുത്തിട്ട് പോയില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ അതെല്ലാം റെക്കോർഡ് ചെയ്തേ, ഇന്നിപ്പോൾ ഇനി ബൈക്കിൽ വെച്ചാവാം. ഇന്നലെ കുറേ വീഡിയോ ഇട്ടു, അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്യണം. എന്തിനാണ് കുറേ വീഡിയോ ഇടണേ, കുറച്ച് വീഡിയോ ഇടാം. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം, അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ രാവിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുതിയൊരു റൂട്ടിൽ കൂടെ പോയി. പുതിയ റൂട്ടല്ല, അത് പഴയ റൂട്ട് തന്നെ ആണ്. പക്ഷേ ഇന്നാണ് അത് ഡിസ്കവർ ചെയ്യണം. നല്ല വലിയ ആളില്ലാത്ത പാർക്ക്, ഞാനൊരു പാർക്ക് റണ്ണിങ്ങും കൂടെ ചെയ്യാൻ പറ്റണം പാർക്ക്. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ്, 5 സെക്കൻഡ്, വീണ്ടും 15 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെയാണ് റണ്ണിങ് നോക്കണത്. അങ്ങനെ ഒരു മിനിറ്റ് അത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിങ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അത് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്. 5 സെക്കൻഡ് റൺ ചെയ്യും, 5 സെക്കൻഡ് റെസ്റ്റ് ചെയ്യും, വീണ്ടും 5 സെക്കൻഡ് റൺ ചെയ്യും, വീണ്ടും 5 സെക്കൻഡ് റെസ്റ്റ് ചെയ്യും, വീണ്ടും 5 സെക്കൻഡ് റൺ ചെയ്യും. അങ്ങനെ അതൊരു 1 മണിക്കൂർ അല്ല 1 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും കുറച്ച് സമയം ഇത് എടുത്തിട്ട് വാക്ക് ചെയ്തിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ്സ് എ പ്ലാൻ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. ഇനി എന്തായാലും വലിയ ട്രാഫിക് ഉണ്ടാവും സാധ്യതയുണ്ട്. 9:30 ആയതുകൊണ്ട്. ഇന്ന് ക്യാമറയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്? ക്യാമറ ഇന്നൊരു പുതിയ പൊസിഷനിൽ വെച്ചേക്കാം. അതായത് എൻ്റെ ഒരു നെക്ക് പൊസിഷൻ്റെ വെക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ അൾട്രാ വൈഡ് ഇട്ടേക്കാം. എങ്ങനെ കിട്ടണമെന്ന് അറിയില്ല. എന്നാലും ബൈക്കാണ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ധാരണ. ബൈക്കും എല്ലാം കൂടെ നമുക്ക് ട്രാഫിക് ആകുമ്പോൾ ഒന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ASMR ഉണ്ടാവും. ASMR ഞാൻ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുന്ന മൊത്തം വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടും പിന്നെ ഈ ചലഞ്ചിനെ പറ്റിയിട്ടും വേറൊന്നും സംസാരിക്കുന്നില്ല. അതെന്തോ അങ്ങനെ. പക്ഷെ ടോപ്പിക്കുകൾ വരുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ടോപ്പിക്സുകൾ വരും. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്സുകൾ കൊണ്ടുവരാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്കെന്തായാലും സംസാരിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ കേൾക്കാണ്ടിരിക്കുമോ, ഐ ഡോണ്ട് കെയർ. ഇന്നലെ ഞങ്ങൾ അതിരടി കാണാൻ പോയായിരുന്നു. അപ്പോൾ അതിരടിയിലേക്കകത്തുള്ള ഒരു ഡയലോഗ് ഉണ്ട്, വാട്ടവർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വാട്ടവർ. എന്ത് സംഭവിച്ചാലും ഡോണ്ട് കെയർ. എനിക്ക് പണ്ടേ ആറ്റിറ്റ്യൂഡാണ്. കെയറൊക്കെ ചെയ്യും, പക്ഷെ അത് പുറത്ത് കാണിക്കാറില്ല. ഉള്ളിൽ കെയർ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കാറില്ല. അങ്ങനെ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാത്തിനെയും കൂടെ എടുത്ത് ഉള്ളിലൊക്കെ എടുക്കും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. അല്ലാണ്ട് അത് പറ്റില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഏത് കാര്യമായാലും നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ ഇച്ചിരി റോങ് കാണിച്ചെന്ന് തോന്നുന്നു. ഓട്ടോക്കാരൻ കൊണ്ട് കയറിയിട്ട് അവൻ നോക്കണുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തായാലും ഓഫീസിൽ പോയേ പറ്റുള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ്. ഐ ഡോണ്ട് കെയർ ബാക്കിയുള്ളവരെന്ത്. എനിക്കെന്തായാലും രാവിലെ 1 ലേറ്റായി. എന്തായാലും മാക്സിമം പോകാൻ പറ്റുന്ന രീതിക്ക് പോയേ പറ്റുള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം, എന്നാലേ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് കുറച്ചൊക്കെ എന്നെക്കുറിച്ചുള്ള ആൾക്കാർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എന്തെന്നാ പറയുക, സെൽഫിഷാണെന്ന് പറയാം. കുറച്ചൊക്കെ ആവണം, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ അത്ര നല്ലവനൊന്നും അല്ല, ബട്ട് വട്ടെവർ, ഐ നീഡ് ടു ലീവ് ഇറ്റ്. എന്തായാലും ജനിച്ചു, ഇനിയിപ്പം സർവൈവൽ തന്നെ. എൻ്റെ ഇപ്പം മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സർവൈവൽ എന്നുള്ളത് ഇപ്പോൾ സർവൈവലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സർവൈവലുള്ളതെന്നുള്ളത് മാറ്റണം. ഞാൻ ആലോചിക്കുമ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ പ്രായം കൂടിയവരും, എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവരും കുറേ ഈ സർവൈവലും ഞാൻ ഒരു നന്നായി ജീവിക്കണമെന്നോ പൈസ ഉണ്ടാക്കണമെന്നോ പൈസ ഉണ്ടെങ്കിൽ നന്നാവുമെന്നൊന്നും പറയാം. പക്ഷേ ഈ സർവൈവൽ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതായത് ഓക്കെ, എന്താണ് സർവൈവൽ മൈൻഡ് സെറ്റ് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോകുന്നു, വാട്ടവർ എവിടെയായാലും ഒരു മെർച്ചൻഡൈസ് എന്തെങ്കിലും ഒരു ഇതിന് പോകുമ്പോൾ അവിടെ പോയിട്ട് പ്രൈസ് ടാഗ് നോക്കാണ്ട് എടുക്കണതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ
ഈ സർവൈവൽ അല്ലായ്മ, അതായത് സർവൈവൽ അല്ലാണ്ട് ജീവിക്കുന്നത്. കാരണം സെറ്റിൽഡായിട്ട് ആയിടണോ കോളേജ് സെറ്റിൽഡ് ഓർ നോട്ട്, ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സർവൈവൽ അല്ലാണ്ട് നിൽക്കുന്നത് അതാണ്. സർവൈവൽ എന്ന് പറയുമ്പം ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സർവൈവ് ചെയ്ത് ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഈ വണ്ടി കേടാവുന്നെന്ന് വെച്ചോ, വാട്ടവർ കേടാവാണ്ടിരിക്കട്ടെ, പക്ഷേ എന്തെങ്കിലുമൊക്കെ പറ്റണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന് വെച്ചോ, അപ്പോൾ നമ്മളാകെ അവിടെ ചെന്നിട്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര രൂപയാകുമെന്നാണ്. ഈ എത്ര രൂപയാവും എന്നുള്ളത് നമ്മുടെ വൾണറബിലിറ്റിയാണ്. ഈ വൾണറബിലിറ്റി അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുതലെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവൻ ആ ഒരു എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ ഈ എത്ര രൂപയാവുമെന്ന് പറഞ്ഞാലും ഓക്കെ, ഈ ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ 2500 രൂപ, നമ്മുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് 2500 ആവില്ല പോലും, ആ സാഹചര്യം കൊണ്ടിട്ട് നമ്മളത് എവിടെ നിന്നെങ്കിലുമൊക്കെ മറിച്ചത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സർവൈവ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മുതലെടുപ്പ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി പഞ്ചറായപ്പോൾ ആ പഞ്ചറടക്കാരൻ എന്നെ മുതലെടുത്തത്. അത് എൻ്റെ സർവൈവലിൻ്റെ പ്രശ്നമാണ്. ഞാനത് ആലോചിച്ചപ്പോൾ ഓക്കെ, അത് സർവൈവലിൻ്റെ പ്രശ്നമാണ്, എനിക്കത് ശരിയാക്കിയേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കുക, എനിക്കങ്ങനെ പറയായിരുന്നു, ആ കുഴപ്പമില്ല, കാറ്റടിച്ചേക്ക്, നാളെ പോകുന്നു നോക്കാം, എഗെയിൻ പോവുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റണില്ല, അതെനിക്കൊരു ഓപ്ഷനല്ല. അപ്പോൾ അതാണ് സർവൈവൽ മൈൻഡ് സെറ്റ്. ഈ സർവൈവൽ മൈൻഡ് സെറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. വേറെ ആരെങ്കിലും ഈ സർവൈവൽ മൈൻഡ് സ്കേപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒരു എസ്കേപ്പ് പ്ലാനൊക്കെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് അതിനകത്തുനിന്ന് എസ്കേപ്പ് ആവാൻ നോക്കണം കേട്ടോ. അല്ലാണ്ട് ഐഡിയലി ദിസ് ഈസ് നോട്ട് ഗുഡ്. ഈ ഒരു അവസ്ഥ ഭയങ്കര പാടാണ്. പറ്റും, വേറൊരാളെ കൊണ്ടൊന്നും, എൻ്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് പറ്റുന്നോ അത് നമ്മളെ കൊണ്ടും പറ്റും. അല്ലാണ്ട് എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അവിടെ വലിയ ഒരാൾക്ക് ദൈവം ഇന്നത് കൂടുതൽ, ഒരാൾക്ക് ദൈവം ഇന്നത് കുറവെന്നൊന്നും കൊടുത്തിട്ടില്ല. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിള്ളേർ കുട്ടിക്കാലം മുതലേ ട്രെയിൻഡ് ആയിരിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ. അത് അങ്ങനെ ട്രെയിൻഡായിട്ട് വരുന്നതുകൊണ്ടാണ് അത് പറ്റുന്നത്. ചില കാര്യങ്ങൾ ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു പട്ടിക്കുട്ടിയുടെ കേസ് എടുത്ത് നോക്കും. ഈ പട്ടിക്കുട്ടിയുടെ കേസ് എടുക്കുമ്പോൾ ആ പട്ടിക്കുട്ടി സിറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കാനും, സ്റ്റേ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനും, ഫുഡ് എടുക്കാണ്ടിരിക്കാനും ഇതൊന്നും പഠിച്ചില്ല പറഞ്ഞത്. അതിനെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കമാൻഡർ അതിനെ ട്രെയിൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓഫർ. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യവും. പക്ഷെ ഇപ്പം ചില തള്ളമാർ, പുതിയ തള്ളമാർ, ജെൻസി തള്ളമാരെന്നൊന്നും അങ്ങനെ അട്ടവർ ആ ഒരു ഇറയിലുള്ള തള്ളമാർ ഈ പിള്ളേരെ വളർത്തണം കാണണം. ചില പിള്ളേരെ ഓക്കെ, സപ്പോസ് ഒരു കൊച്ചിൻ്റെ പേര് അഭിഷേകാണെന്ന് വെച്ചോ, അപ്പം അഭിഷേക് വെയിറ്റ് ഒരു കമാൻഡ് കൊടുക്കണ പോലെ അത് ഭയങ്കരമായിട്ട് ആ കൊച്ചിനെ അത് ഇമ്പാക്റ്റ് ചെയ്യും. ആ ഒരു കമാൻഡ് അവിടെ വരുമ്പോൾ അത് വലിയ രീതിയിൽ ആ കൊച്ചിൻ്റെ മനസ്സിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും. അത് ഒരിക്കലും ഒരു കമാൻഡ് ഇല്ലാണ്ട് അതിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ട്രെയിൻഡ് ഡോഗിന് അതിന് സ്വയം ചിന്തിക്കാനോ ഒന്നും കഴിവുണ്ടാവില്ല. അത് ട്രെയിൻഡായിപ്പോയി. അത് ആ ഒരു ലൂപ്പിൽ നിന്ന് അത് പൊട്ടിച്ചിറങ്ങാൻ പറ്റില്ല. അത് നാളെ അത് ഒറ്റയ്ക്കാകുമ്പോഴും അത് സർവൈവൽ ചെയ്യാൻ അവിടെ പാടായിരിക്കും. ഓക്കെ, ദാറ്റ് സർവൈവൽ ഈസ് ഡിഫറെൻറ്റ്. വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻ പാസ്റ്റ്, ലൈക്ക് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. രണ്ട് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു. കൊള്ളാം. ലൈക്കിങ് മൈ സെൽഫ്. ഞാനിപ്പോൾ പറഞ്ഞ ഉള്ളതാണോ അത് ശരിക്കുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, നമ്മളും അങ്ങനെ പറഞ്ഞാലേ നമ്മളാരും വലിയ പുള്ളികളൊന്നും അല്ല. നമ്മൾ എല്ലാം പഠിച്ച് പറഞ്ഞ പുള്ളികളാണ്. ഞാനൊരു 2.5 കൊല്ലം മുന്നേ എന്നെ ഒന്നും പറ്റില്ല. 2.5 കൊല്ലം മുന്നേ 2.5 കൊല്ലമല്ല, ഒരു 3.5 കൊല്ലം മുന്നേ എനിക്ക് ഞാനൊരു ഒമാനിൽ ഒരു ഷോപ്പിൽ ചുമടെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ആളാണ് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ ഇപ്പോഴത്തെ പണി ഹെക്ടിക്കാകുമ്പോൾ അല്ലെങ്കിൽ അതിന് കുറച്ച് പ്രഷർ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ 14 മണിക്കൂർ രാവിലെ 10 മണി തൊട്ട് രാത്രി 11-12 മണി വരെ, അല്ലെങ്കിൽ 9 മണി തൊട്ട് 10-12 മണി വരെ ഞാൻ ഒരു 10-14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് ചുമടെടുപ്പ് നിപ്പ്, ഈ റെസ്റ്റില്ല. അപ്പോൾ ഞാനിപ്പം ജീവിക്കുന്നത് എൻ്റെ സ്വർഗമാണ്. അത് കാരണം അന്ന് ഞാൻ ഒരു ജോലി വേണമെന്നാണ്, അതാണ് ഞാനിപ്പം ജീവിക്കണത്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ചേഞ്ച് വേണമെന്ന് പറയണത് അതൊരു നന്ദികേടാണ്. മൈ പാസ്റ്റ് സെൽഫ്,
എൻ്റെ പാസ്റ്റ് സെൽഫിനോട് ഞാൻ കാണിക്കുന്ന ഒരു നന്ദികേടാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ സെൽഫ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ചേഞ്ച്. അല്ലെങ്കിൽ അത് എൻ്റെ ഫ്യൂച്ചർ സെൽഫ് പറയും ഓക്കെ ചേഞ്ചാണ് എല്ലാം, ചേഞ്ചാണ് ഈ ഇന്നോവേറ്റബിൾ, ചേഞ്ചിനെ അതിനെ മറികടന്ന് പോകാൻ പറ്റില്ല, ചേഞ്ച് ഉണ്ടാകണം. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റുവിൻ നിങ്ങളെത്താൻ. മാറ്റം ഉണ്ടാകണം. എന്തിനായാലും മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ അത് വല്ലാണ്ട് അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കാം. നമുക്ക് പിന്നെ ഒരു ഉന്മേഷമില്ലായ്മ, ഒരു തേങ്ങയില്ല, നമ്മൾ ചുമ്മാ ലൈഫ് സ്പോയിലായി പോകും, ലൈഫ് നശിച്ചു പോകും. അതുകൊണ്ട് മാറ്റം ഉണ്ടാകാം. അപ്പോൾ നിങ്ങളെ കംഫർട്ട് സോൺ ഇട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഞാനെന്തിനാ നിങ്ങൾ അഡ്വൈസ് ചെയ്യണം? നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അല്ലാണ്ട് പിന്നെ ഇത് ആരെങ്കിലും കേൾക്കണമെന്നോ എന്തോ. എൻ്റെ വീഡിയോ ആരും ഫുള്ളായിട്ട് കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടേ ചിലപ്പം കേൾക്കുമായിരിക്കും, പക്ഷേ എനിക്ക് യൂട്യൂബ് തരുന്ന അനലിറ്റിക്സ് വെച്ചിട്ട് എൻ്റെ വീഡിയോ ആരും ഫുള്ളായിട്ട് കേൾക്കണില്ല. ആകെ കുറച്ച് 40 സെക്കൻഡൊക്കെ ആൾക്കാർ കാണുന്നത്. വാട്ടവർ, നിങ്ങളത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം, നിങ്ങളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നഷ്ടം. എനിക്കെന്താ ചെയ്യാൻ വേണ്ടത്? ഞാൻ എന്തായാലും ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത് കണ്ടിന്യൂ ദിസ് സ്കിങ് ഷിറ്റ്. അങ്ങനെയൊക്കെ പറയാമോ? വാട്ടവർ, I'll continue this. ഞാനിത് കുറേ നാൾ കണ്ടിന്യൂ, കുറേ നാളല്ല, ഞാനിതൊരു ഡോക്യുമെൻറ്റിങ് മൈ സെൽഫാണ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ടവർ. ഓക്കെ ബൈസ്, ബൈ ബൈ. ഇവിടെ കുറേ പോലീസൊക്കെ കഴിക്കണം. എന്തിനാണോ ആരെങ്കിലും പറഞ്ഞായിരിക്കും, മന്ത്രിയോ ആരെങ്കിലും. ഓക്കെ ബൈ.